ഹലോ. നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്ന വിജയ് മാധവ്. പുള്ളി 2007 മത്സരാർത്ഥിയായിരുന്നത്. അപ്പോൾ പുള്ളി ഒരു സീരിയൽ ആക്ട്രസ് ദേവിക എന്ന് പറഞ്ഞ കല്യാണം കഴിച്ചു. അങ്ങനെ അവർ ഫാമിലി വ്ളോഗൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഉണ്ടായ അവരുടെ കുട്ടികളുടെ പേരാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും അത് ഏകദേശം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഇപ്പോഴാണ് അത് ചർച്ചയ്ക്കെടുത്തതെന്ന് മാത്രം. അപ്പോൾ എന്താ ഈ പേരുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ആദ്യമായി ഉണ്ടായൊരു കുട്ടി, ആ കുട്ടിക്കിട്ട പേര് ആ സമയം ഭയങ്കര ചർച്ചയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇവരുടെ വ്യൂവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പോസിറ്റീവ് കമൻസ് മാത്രമാണ് അവർക്ക് വന്ന് കണ്ടിട്ടുള്ളൂ. ഫാമിലി വ്ളോഗാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻസിയൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയി. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞു. കുട്ടിയുടെ പേരെന്താണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. അങ്ങനെ ആ ദിവസം വന്നെത്തി. അദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പേര് അനൗൺസ് ചെയ്തു. കുട്ടിയുടെ പേര് ആത്മജ മഹാദേവൻ എന്നാണ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കില്ലേ, ആ പേരിന് എന്താ കുഴപ്പം, നല്ല പേരാണല്ലോ എന്ന്. അത് എനിക്കും ആ പേര് ഇഷ്ടപ്പെട്ടു, നല്ല പേര് തന്നെ. പക്ഷേ ഈ പേര് കേൾക്കുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്താണ് നിങ്ങൾ കേൾക്കുന്നവർക്ക് എന്താ തോന്നിയത്? ഞാൻ വിചാരിച്ച പെൺകുട്ടിയാണെന്നാണ്. പക്ഷേ അതൊരു ആൺകുട്ടിയായിരുന്നു. അപ്പോൾ ആൺകുട്ടിക്കാണ് ആത്മജ എന്ന് പേരിട്ടത്. അപ്പോൾ പലരും ഇവരെ ഉപദേശിച്ചു, ആത്മജൻ എന്നിടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മജ് എന്നിടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ അവരെന്തുകൊണ്ടാണ് ആ പേര് സെലക്ട് ചെയ്തത്, അങ്ങനെ ഇട്ടേന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ചാനലിലുണ്ട്. അതൊക്കെ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ നമ്മുടെ വീഡിയോയിൽ വയ്ക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് അടുത്ത കുട്ടിയും ജനിച്ചിട്ടുണ്ട്. ആ കുട്ടിക്കും ഇതേപോലെ അദ്ദേഹം പേരിടാൻ തീരുമാനിച്ചു. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർ ഭയങ്കരമായി എല്ലാ കാര്യത്തിനും ദൈവം കാണിക്കുന്ന വഴിയിലൂടെ പോകുന്നു. പിന്നെ അങ്ങനെ ആ ഒരു ഫോഴ്സിനെയാണ് കൂടുതൽ അവർ വിശ്വസിക്കുന്നത്. എല്ലാം ദൈവത്തിൽ അർപ്പിച്ചൊക്കെ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പം എല്ലാ നിമിത്തങ്ങൾ ദൈവം കാണിച്ചു തരുന്നു, ചില ക്ലൂസ് തരുന്നു. അങ്ങനെ കൂടുതൽ അങ്ങനെ ഒരു എന്താ പറയുക, ദൈവവുമായി ചേർന്ന് പോകുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ആ പേര് വന്നത്. ചില നിമിത്തങ്ങളും അങ്ങനെ ചില ക്ലൂസും കിട്ടിയതുകൊണ്ടാണ് ഈ പേരിട്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുട്ടിയുടെ പേരും ഇങ്ങനെയാണ് വരുന്നത്, ഓം പരമാത്മ. ഇതാണ് ആ കുട്ടിയുടെ പേര് എന്ന് പറയുന്നത്. അപ്പോൾ അത് കേട്ട പലരും, അതായത് ഇവരുടെ ഫോളോവേഴ്സും പിന്നെ ഇവരുടെ എന്താ പറയുക, ഇവരെ ഇഷ്ടമുള്ളവരും ഒക്കെ ആ പേര്, അതെന്താ അങ്ങനെ ഒരു പേര് എന്ന് എല്ലാവരും, അതായത് കമൻറ്റിൽ മുഴുവൻ കാണാം, ഇതെന്ത് പേരാ, എന്താ ഇങ്ങനെ ഇട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി, ഈ ഓം പരമാത്മ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എല്ലാവരുടെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയെ ഈ പേര് പറഞ്ഞ് മറ്റുള്ളവർ കളിയാക്കൂലേ, ഇയാൾ എന്തിനാണ് ഇങ്ങനത്തെ പേരിട്ടത്, വേറെ എന്തെല്ലാം പേരുണ്ട്, ഇപ്പോൾ ദൈവങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ വേറെ എന്തെല്ലാം പേരിടാം, ലക്ഷ്മിന്നോ പാർവതിന്നോ ഒക്കെ ഇടാം. ഇതൊക്കെ കമൻറ്റ് ബോക്സിൽ കണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഇതേക്കുറിച്ചുള്ള ഒരു നിലപാട്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അതായത് ഇവരിപ്പോൾ ഏകദേശം എയറിലാണ് ഈ പേരിൻ്റെ ഒരു പേരും പറഞ്ഞുകൊണ്ട്. അപ്പം അത് ഞാൻ ചോദിക്കുന്നത്, അവർ ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഈ കുട്ടിക്ക് എന്ത് പേരിടണം എന്ന് തീരുമാനിക്കുന്നുള്ള, അല്ലേ? അപ്പോൾ ഈ പേരിൻ്റെ പേരും പറഞ്ഞ് പലരും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും നെഗറ്റീവായിട്ട് തന്നെയാണ്, എന്തിനാണ് ഇങ്ങനത്തെ പേരിട്ട്, ഇവർക്ക് വേറെ പേര് കിട്ടിയില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ കുട്ടിക്ക് എന്ത് പേരിടണമെന്ന്. അപ്പോൾ അവർക്കിഷ്ടമുള്ളൊരു പേരിട്ടു. അതിലിപ്പോൾ എന്താ പ്രശ്നം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ആ കുട്ടിക്ക് ആ പേര് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പേര് മാറ്റാവുന്ന കേസേ ഉള്ളൂ, അല്ലേ? നമുക്കിപ്പോൾ ഗസറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പേര് മാറ്റിയെടുക്കാം. ഈ പേര് തന്നെ കൊണ്ടു നടക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ആ കുട്ടിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരിക്കും. ചിലപ്പോൾ ഈ വെറൈറ്റി പേര് ആ കുട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റിയായി മാറാനും മതി. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അത്ര വലിയ ചർച്ച ചെയ്യണമെന്നത്. ഇപ്പോൾ ഹണി റോസ് ഏത് ഡ്രസ്സ് ഇടണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് എനിക്കിതും തോന്നിയത്. തൻ്റെ കുട്ടിക്ക് എന്ത് പേരിടണമെന്ന് നാട്ടുകാർ തീരുമാനിക്കുന്ന പോലെ. അതായത് അവരുടെ വ്ളോഗിലൂടെ കുട്ടിയുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന് ഇത്രയധികം നെഗറ്റീവ് കമൻസ് വരാനും ഇവരെ ഇങ്ങനെ കുറ്റം പറയാനും ഒന്നും എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അവർക്ക് തോന്നി, അവർ ആ പേരിട്ടു, അത്ര തന്നെ. അതിൽ അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ, അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ചില പേരുകളുണ്ട്, അപ്പോൾ അതിങ്ങനെ തന്നെ വേണമെന്ന് നിർബന്ധം പറയുന്നത്. അതായത്
എൻ്റെ നെയ്ബറായിട്ടുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേര് ആദിത്യ എന്നായിരുന്നു. അപ്പോൾ ഇത് 10th അത് ബോയ് ആണ്. 10th കഴിഞ്ഞപ്പോൾ സ്കൂളുകാർ നിർബന്ധമായിട്ട് ആദിത്യ എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ പേരാണ്, ആൺകുട്ടിയാകുമ്പോൾ അത് ആദിത്യൻ എന്ന് തന്നെ ആക്കണം എന്ന് നിർബന്ധം പറഞ്ഞ് ആ കുട്ടിയെയും വീട്ടുകാരെയും കൂടി പേര് മാറ്റാൻ വേണ്ടി, അതായത് 10th എക്സാം എഴുതുമ്പോൾ എല്ലാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമല്ലോ, ബർത്ത് സർട്ടിഫിക്കറ്റ് എന്തൊക്കെയോ വേണം. അപ്പോൾ ഈ കുട്ടിയുടെ പേര് ആ സമയത്ത് വീട്ടുകാരെല്ലാം ഓടി നടന്ന് പേര് മാറ്റി ആദിത്യൻ എന്നാക്കി. അത് ആദിത്യ എന്ന്, അത് നമ്മുടെ കേരളത്തിൽ മാത്രമായിരിക്കും അങ്ങനെ. ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മകൻ്റെ പേരും ആദിത്യ എന്നാണ്. പക്ഷേ അവർ കേരളത്തിന് വെളിയിലായതുകൊണ്ട് അതിനെക്കുറിച്ച് യാതൊരു ചോദ്യവും പറച്ചിലൊന്നുമില്ല. ആദിത്യ എന്ന് പറയുന്ന ആൺകുട്ടികൾക്കും ഇടാം പെൺകുട്ടികൾക്കും ഇടാം. ഇൻ ഉണ്ടെങ്കിലേ അത് ആണാണെന്ന് തിരിച്ചറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പേരൊക്കെ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. പിന്നെ ഇതെങ്ങനെ വിളിക്കും എന്നുള്ളതാണ് ഈ യൂട്യൂബേഴ്സൊക്കെ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിയെ എങ്ങനെ വിളിക്കും എന്ന്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഒരാൾക്കൊരു പേരിട്ട് കഴിഞ്ഞാൽ ഫുൾ നെയിം ആരെയും വിളിക്കുന്ന കാണുന്നില്ല. ഇപ്പോൾ ഒരാളുടെ പേര് രാജലക്ഷ്മി എന്നാണ് പേരെങ്കിൽ ആരും അങ്ങനെ വിളിക്കാറില്ല. ഒന്നില്ലേ രാജി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലക്ഷ്മി എന്ന് വിളിക്കുന്നതാണ് കേൾക്കുന്നത്. അതേപോലെ ഇപ്പോൾ ഒരാളുടെ പേര് സായി കൃഷ്ണ, നമ്മുടെ ഒരു സീക്രട്ട് ഏജൻറ്റിൻ്റെ പേര്, ആരും ഫുൾ നെയിമൊന്നും അങ്ങനെ വിളിക്കുന്നുണ്ടാവില്ല. ഒന്നില്ലേ സായി എന്ന് വിളിക്കും, അല്ലെങ്കിൽ കൃഷ്ണ എന്ന് വിളിക്കും. അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വിളിക്കാനായിട്ട് പല പേരുകളിടില്ലേ, കുഞ്ഞു, മിന്നു, പൊന്നു, ചിഞ്ചു, കുഞ്ചു എന്നൊക്കെ പറഞ്ഞിടും. അപ്പോൾ ഈ പേരിട്ടെന്ന് പറഞ്ഞ് വിളിക്കാനുള്ള ബുദ്ധിമുട്ടില്ല. നമ്മളങ്ങനെ ഫുൾ നെയിമൊക്കെ വിളിക്കുക എപ്പോഴാണ്, സ്കൂളിൽ അറ്റൻഡൻസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, അതല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ ഒരു പരിപാടികളിലാണ് അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും ഈ പേരിങ്ങനെ ഫുള്ളായിട്ട് വിളിച്ച് പറയുന്നുണ്ടാവുക. അല്ലാത്തൊരു സമയത്തൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് വിളിക്കാം. ഈ ഓം പരമാത്മ എന്നുള്ളത് വേണമെങ്കിൽ ഓം എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആത്മാന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാമല്ലോ. ഒരു പേര് വിളിക്കണം, കേൾക്കുന്ന ആൾക്കത് തിരിച്ചറിയണം തന്നെയാണ് വിളിക്കുന്നത്, അത്രയൊക്കെ മനസ്സിലായ പോരെ. അതിനപ്പുറത്തേക്ക് ഇതിനെ ഒരു വിവാദമാക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയാണ്, അവരുടെ ഇഷ്ടമാണ് എന്ത് പേരിടണം എന്നുള്ളത്. അതിന് നിങ്ങൾ ഇങ്ങനെ പേരിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പേരിടൂ, ഇതല്ലേ നല്ല പേര്, ഇതൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വ്ളോഗ് ചെയ്യുന്നവരുടെയൊക്കെ ജീവിതത്തിൽ ഇത് ഉള്ളതാണ് ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ഉപ്പും മുളകും ലൈറ്റിൻ്റെ ജീവിതമൊക്കെ കണ്ടില്ലേ, അതായത് നമ്മൾ നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ അഭിപ്രായം പറയാൻ ആൾക്കാർ എന്തായാലും വരും. അവർ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നത്, അതനുസരിച്ച് അവർ അഭിപ്രായം പറയുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥരാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരാളുടെ പേരിടുന്നതിനെക്കുറിച്ചൊക്കെ ഇത്ര വലിയ ചർച്ച ചെയ്യുന്ന സമയത്ത്, അതായത് കുഞ്ഞുങ്ങൾക്ക് പേരിടുന്നതാണല്ലോ ഫ്യൂച്ചറിൽ അതെന്താവും എന്നൊക്കെ, ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഏറ്റവും വിഷമം തോന്നിയിട്ട് കാണുന്ന ചില റീൽസൊക്കെ ഉണ്ട്. കുഞ്ഞു കുട്ടികളുടെ കാത് കുത്തുന്നത്, വളരെ എന്താ പറയുക, കാമായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, അത് ഉറങ്ങുമായിരിക്കും, ചിലപ്പോൾ അമ്മയുടെ തോളിൽ കിടന്ന് ഉറങ്ങുമായിരിക്കും. അപ്പോൾ അതൊക്കെ റീലായിട്ട് എടുത്തിടുന്നുണ്ട്. വന്നിട്ട് മറ്റേ ആ മെഷീൻ വെച്ച് ടക്ക് എന്ന് പറഞ്ഞ് കുത്തും, കുഞ്ഞു വിട്ട് കരയുന്നുണ്ടാവും. അപ്പം അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. അതൊക്കെ കുട്ടികൾ ഈ ചെറിയ പ്രായത്തിൽ കാത് കുത്തണോ, അത് നിങ്ങൾ വലുതായി കഴിയുമ്പോൾ കാത് കുത്താൻ അത്ര ഇഷ്ടം തോന്നിയാൽ കുത്തിയാൽ പോരെ. ഈ കാര്യമൊക്കെ ഒന്ന് ചർച്ച ചെയ്താൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ സുന്നത്ത്, ചേലാകർമ്മം എന്നൊക്കെ പറയുന്നതൊക്കെ ഇല്ലേ, നമ്മുടെ ശരീരം കുത്തി തുളയ്ക്കുന്നതും ശരീരഭാഗങ്ങൾ വെട്ടിമുറിക്കുന്നതും തുന്നി ചേർക്കുന്നതും, ഇതൊക്കെയാണ് ഒരു കുട്ടിയായിരിക്കുമ്പോൾ ആ കുട്ടിയോട് ചെയ്യുന്ന ദ്രോഹം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ ഒരു പേരിട്ടാൽ നമുക്ക് ആ പേര് മാറ്റാം, അത് ആ കുട്ടിയുടെ എന്താ പറയുക, ശരീരത്തെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പിന്നെ ആരെങ്കിലും കളിയാക്കിയാൽ വരുന്ന പ്രശ്നമാണ്, അത് മാനസികമായിട്ട് നമുക്ക് വരുന്ന ഷോക്കുകളാണ്. പക്ഷേ ഈ കീറി മുറിക്കുക, കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കുത്തി തുളയ്ക്കുക എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഒന്ന് മാറ്റി അതിനെക്കുറിച്ചൊക്കെ ഒരു ചർച്ച ചെയ്തിട്ട്, ഈ ചെറിയ പ്രായത്തിൽ കാതു കുത്തുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, ഇപ്പോൾ സുന്നത്ത് പോലെ ഇതൊക്കെ മതം വിശ്വാസികളൊക്കെ എന്നെ ഓടിച്ചിടുമ്പോഴാണെങ്കിൽ അതൊക്കെ നിർത്തലാക്കുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ അത് കുറച്ച് വലുതായതിന് ശേഷം ഇത് പറഞ്ഞ് അവർ ഓക്കെ ആണെങ്കിൽ ചെയ്യുന്നത് ഒക്കെ, അതൊക്കെ ഒന്ന് ചർച്ച ചെയ്താൽ നല്ലതായിരിക്കും. അല്ലാതെ പേരിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ലൈക്കും ചെയ്യണം. കാരണം എൻ്റെ വീഡിയോ കുറച്ച് ഡള്ളാണ് കുറച്ച് നാളായിട്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ശരി.